നിന്റെ ഏതൊരു ആഗ്രഹവും നടക്കുന്ന ഒരു അമൽ. ഈ അമൽ ചെയ്തു പോയവർക്കെല്ലാം റിസൾട്ട് ലഭിച്ചു. വലിയ ഫലം കാണുന്ന ഒരു അമലാണ് ഈ ഒരു അമൽ. നിന്റെ ഏതൊരു ആവശ്യവും നിറവേറിക്കിട്ടും. വലിയ മുജറബായിട്ടുള്ള അമൽ ഒരിക്കലും ഒഴിവാക്കണ്ട. തങ്ങളെന്റെ നടക്കാത്ത ധാരാളം ആഗ്രഹങ്ങൾക്ക് ഈ അമൽ വലിയ ഗുണം ചെയ്തു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ സങ്കടം പറയാറുണ്ട്, വിഷമങ്ങൾ പറയാറുണ്ട്. തങ്ങൾ എൻ്റെ ഒരു ആഗ്രഹവും നടന്നു കിട്ടുന്നില്ല, ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും അത് പരാജയത്തിലാണ് അവസാനിക്കല്, ഇനി എനിക്ക് ഒരു റാഹത്ത് കിട്ടണം, ഞാൻ ഏതൊരു ഹലാലായ കാര്യത്തിന് ഇറങ്ങിയാലും അത് ഖൈറിലാവണം, അത് വിജയകരമായി പൂർത്തീകരിക്കണം. നമ്മുടെ ഒക്കെ ആഗ്രഹമാണ്. നമ്മളൊരു വീട് പണിക്ക് ഇറങ്ങി 3-4 വർഷമായി ആ തറയിൽ തന്നെ കിടക്കുകയാണ്, അതൊരു അനക്കല്ല. മകൻക്ക് വിവാഹം നോക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവൻ്റെ 26-ാം വയസ്സിൽ നോക്കൽ തുടങ്ങിയതാണ്. അവനിക്കൊപ്പം 33 വയസ്സായി, അല്ലെങ്കിൽ 35 വയസ്സായി, ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. എല്ലാത്തിലും തടസ്സം, ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, പോകുന്ന കാര്യങ്ങളൊന്നും എളുപ്പമാകുന്നില്ല. സങ്കടം പറയുന്നവർ ധാരാളമാണ്. അവർക്കൊക്കെ വലിയ ഗുണം ചെയ്യുന്ന, അവർക്കൊക്കെ റിസൾട്ട് ലഭിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കൂടുതലൊന്നും വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് ഉടൻ അമലിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ അമൽ ചെയ്യേണ്ടത്, ഈ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇൻഷാ നമുക്ക് പറയാം, വിശദീകരിച്ച് നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങളെ മജ്‌ലിസ് ഞങ്ങൾ കാണുന്നവരാണ്, തങ്ങളെ വീഡിയോസ് ഞങ്ങൾ കാണുന്നവരാണ്. ഞങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം പ്രതിസന്ധിയിലാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസത്തിന്, വലിയ വിഷമത്തിലാണ്. സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങൾ ഞങ്ങളെ കുടുംബം ഒത്തുണ്ട്. കാലങ്ങളായി പല സ്ഥലങ്ങളിൽ പോയി, അതിലൊന്നും മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നവരുണ്ട്, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് വരാൻ ശ്രമിക്കുക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ വിഷമങ്ങളും അല്ലാഹുവിനെ തീർത്ത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. വലിയ ഉയർച്ച ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ ആഗ്രഹങ്ങൾ, ഞങ്ങളെ മുറാദുകൾ നീ സഫലീകരിച്ച് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ റബ്ബേ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? ഈ അമൽ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം വുളു എടുക്കുക. അമൽ ചെയ്യുന്ന ആള്, ആർക്കും ഇതിപ്പോൾ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ലല്ലോ, ഞങ്ങളെങ്ങനെ ചെയ്യാം? ഞങ്ങളെ വീട്ടിൽ ആർക്കും എഴുതാൻ അറിയില്ലല്ലോ. എഴുതാൻ അറിയുന്ന ചെറിയ കുട്ടികളുണ്ടാവും, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. വുളു എടുത്തുകൊണ്ട് അവരെ എഴുതുക. ഖാത്തുമുസ് സുലൈമാനി അവിടെ സ്ക്രീനിൽ മുഴുവനാക്കി കൊടുക്കുക. ചില ആളുകൾക്ക് ഞങ്ങളത് കാണുന്നില്ലല്ലോ, ക്ലിയർ ഇല്ലല്ലോ എന്നൊക്കെ പരാതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളം ഞാൻ ഇതിൽ എഴുതിയതുപോലെ നിങ്ങൾ അതിലേക്ക് എഴുതുക. അത് എഴുതേണ്ടത് ഫസ്റ്റ് ഖാത്തുമുസ് സുലൈമാനാണ്. പിന്നീട് ഒറ്റ അറഫിൽ സൂറത്തുൽ യൂസുഫിലെ 68-ാമത്തെ ആയത്ത്, 68-ാമത്തെ ആയത്ത് ഒറ്റ അറഫിൽ എഴുതി. ഞാനിത് എഴുതിയതുപോലെ പിന്നീട് ഈ ഒരു കളത്തെ ഇൻഷാ അല്ലാഹ് വരച്ച് നല്ല വൃത്തിയായി അതിൽ എഴുതിയതുപോലെ നിങ്ങൾ ഓരോ അക്കങ്ങൾ തെറ്റാതെ അതുപോലെ വരച്ച്, പിന്നീട് ആരാണോ ഇത്തരം തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത്, ആരാണോ ഒരു കാര്യത്തിലേക്ക് ഉദ്ദേശിച്ച് ഇറങ്ങുന്നത്, അവരുടെ പേര് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് അടിയിൽ, പിന്നെ മുഹമ്മദ് ഇബ്ന് ഫാത്തിമ ഉമ്മയുടെ പേര് എഴുതുക,
ഖദീജ ബിൻത്ത് നഫീസ, ഖദീജയാണെങ്കിൽ ഖദീജ ബിൻത്ത് നഫീസ. എന്നിട്ട് വൃത്തിയായി എഴുതി ഇത് മടക്കുക. 3 മടക്കി, പേപ്പർ 3 മടക്കി, നിങ്ങൾ പേസ് ഉണ്ടെങ്കിൽ പേസിൽ വെക്കുക, അല്ലെങ്കിൽ ഫോണിൻ്റെ അടിയിൽ വെക്കുക. എപ്പോഴും ഫോൺ നമ്മളെ കൈക്കുണ്ടാവുമല്ലോ. അടിയിൽ വെച്ച് ഏത് കാര്യത്തിനും നീ ഇറങ്ങിയാലും അവിടമിൽ നിനക്ക് വിജയമാണ്. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഈ നറക്ക് വെച്ചുകൊണ്ട് ഈ ഒരു ആയത്ത് ഓതി ഇറങ്ങുക. ഈ ഒരു ആയത്ത് സൂറത്തുൽ യൂസുഫിലെ 68-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ ആ കാര്യം എളുപ്പമാകും. എളുപ്പമാകുന്ന മുഅ്മിനീങ്ങളെ, നമുക്കൊരു നടക്കാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ആയത്ത് ഇങ്ങനെ ഓതി 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 അവിടെ എത്തോളം, നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥലത്ത് എത്തോളം ഓതുക. എന്നാൽ നിങ്ങൾ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പമായി കിട്ടും, അത് നിങ്ങൾക്ക് വിജയമായി കിട്ടും, ആ കാര്യം നടന്നു കിട്ടും. ഇത് മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾ ഏതൊരു നടക്കാത്ത കാര്യവും നടന്നു കിട്ടും, ഏതൊരു ഹലാലായ മുറാദും ഹാസിലാകും. അത് എന്തുമായിക്കോട്ടെ. വീട് പണിക്കൊരാളുമായി സഹായം തേടാൻ പോവാണ്, സഹായം അവർക്ക് നൽകാൻ തോന്നണം, ഈ ഒരു അമൽ ചെയ്താൽ മതി. ഒരാൾ പണം തരാനുണ്ട്, അദ്ദേഹത്തിന് തന്നു കിട്ടണം, അവരുടെ നമ്മൾ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഈ അമൽ ചെയ്ത് കയ്യിൽ വെച്ച് പോയാൽ അത് നടന്നു കിട്ടും. നമുക്കൊരു കാര്യം ഫതഹത്തിലെത്തിക്കണം, വിജയത്തിലെത്തിക്കണം, ഒരു ചർച്ചയാണ്, അവിടെയും ഈ ഒരു നറുക്ക് കയ്യിൽ വെച്ച് പോയാൽ മതി, അവിടെ വിജയം ഉണ്ടാവും. ഈ ഒരു നറുക്ക് നിങ്ങൾ എല്ലാ വിജയത്തിനും അത് നിദാനമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യ്. ഇത് എല്ലാവർക്കും ചെയ്യാം. കാരണം നമുക്ക് കുറേ മുറാദുകൾ എളുപ്പമായി കിട്ടാനുണ്ട്, നമുക്ക് കുറേ മുറാദുകൾ ഹസനായി കിട്ടാനുള്ളവരുണ്ട്, പോകുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ളവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അത് ചെയ്യാം. എല്ലാം എപ്പോഴും ജീവിതത്തിൽ വലിയ റാഹത്തും ബർക്കത്തും ഉണ്ടാവണം. അവർക്കും ഇത് പേസിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് വിജയമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ചെയ്യുന്നവർ നമ്മൾ മാത്രം, ചെയ്യുന്നവർ നമ്മളാണ്. അതിന് ഉത്തരം നൽകുന്നത് ഖാലിഖായ റാസിഖായ പടച്ച തമ്പുരാനാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഒരു യഖീനോടുകൂടി, ഒരു ഉറപ്പോടുകൂടി ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. നിങ്ങൾക്കും വിജയം ഉണ്ടാവും. വിജയമുണ്ടായവരുണ്ട്, തങ്ങളെ എനിക്ക് മുടങ്ങിക്കിടന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, തങ്ങൾ തന്ന നറുക്ക് ഞാൻ കയ്യിൽ സൂക്ഷിച്ചു, അതുമുതൽ എനിക്ക് വിജയം ഉണ്ടായി. എത്ര ആളുകളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങൾക്ക്, നമ്മുടെ മജ്‌ലിസ് സ്ഥിരമായി കാണുന്നവർക്ക്, ഓരോരോ അമലുകളും ഹൃദയത്തോട് വെച്ച് സ്വീകരിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടിയുള്ളതാണ് അമൽ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരോ അമലുകൾ പറയുന്നത്. സ്വീകരിക്കുന്നവരുണ്ട്, ഇൻഷാ അല്ലാഹ് ആ പാവങ്ങൾക്കൊന്ന് ഉപകരിച്ചോട്ടെ എന്ന നിലക്കാണ് നമ്മൾ ഈ അമൽ പറയുന്നത്. എല്ലാവരും സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സകല മുറാദിനെയും അല്ലാഹു ഹസ്സലാക്കി തരട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണം അല്ലാഹ്. ഈ അമലിൽ അല്ലാഹു വലിയ ഫലം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈ ഒരു അമല് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ഇടാനും കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.